Hello friends, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സേമിയ വെച്ചിട്ട് ഒരു ബിരിയാണിയാണ്. അപ്പോൾ സേമിയ വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഐറ്റംസ് തയ്യാറാക്കാം. പായസം തയ്യാറാക്കാം, പോലെ പുലാവ്, ഉപ്പുമാവ്, അങ്ങനെ പല ഐറ്റംസും തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ ഒരു 15 മിനിറ്റ് നേരം കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ബിരിയാണിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ വെച്ച് ചെയ്യാൻ അത് താല്പര്യമില്ലാത്തവർക്ക് നമുക്ക് മുട്ട പൊരിച്ചിട്ടായാലും തയ്യാറാക്കാവുന്നതാണ്. വെജിറ്റബിൾസിന് പകരം നമ്മൾ ഓൾറെഡി തന്നെ മുട്ട പൊരിച്ചൊന്ന് മാറ്റി വെക്കുക. വെജിറ്റബിൾസ് ചെയ്ത പോലെ അതിൽ വെള്ളം ഒഴിച്ച് അങ്ങനെ ചെയ്യേണ്ട. മുട്ട പൊരിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ടൊക്കെ ചെയ്യുമ്പോൾ അതിന് ഒരു ബാഡ് സ്മെല്ല് വരും. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് മുട്ട പൊരിച്ച് തയ്യാറാക്കാനാണ് താല്പര്യമെങ്കിൽ മുട്ട പൊരിച്ച് മാറ്റി വെക്കുക. അതിന് ശേഷം ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഇതിനകത്ത് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയൊന്ന് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സാണ് വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കും എന്നെ അറിയിക്കുക. അതുപോലെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത് സേമിയ വറുത്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. അത്യാവശ്യം നല്ല ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു 1.5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ വറുത്തെടുക്കുക. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് മെഷർമെൻറ്റ് കപ്പിൽ 1.5 കപ്പ് സേമിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. ഏകദേശം ഒരു 200 ഗ്രാമിൻ്റെ പാക്കറ്റ് അത്രയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ കൂടുതൽ അളവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ അളവിൽ നിങ്ങൾ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കൂട്ടിയിട്ടാൽ മതി. അത്ര തന്നെയുള്ളൂ. നല്ല രീതിയിൽ ചുമന്ന് വരുന്ന രീതിയിൽ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ സേമിയ നന്നായി ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഒരു സവാള, 2 പച്ചമുളക്, ഒരു ക്യാരറ്റ്, ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഉരുളൻകിഴങ്ങ്, പിന്നെ ഒരു 5-6 ബീൻസ്, പിന്നെ സ്പൈസസ്. അത് ഞാൻ അതിലേക്ക് ഇടുമ്പോൾ നിങ്ങൾക്ക് ഓരോന്ന് എത്ര ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ പാൻ വെച്ച് കൊടുത്തു. ഇതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഒരു ബേ ലീഫ്, പിന്നെ ഒരു തക്കോലം, പിന്നെ ജാതിപത്രിയുടെ ഒരു പകുതി പീസ് മതി, പിന്നെ ഒരു 4-5 കരയാമ്പൂ, ചെറിയ കഷ്ണം പട്ടയാണ് എടുത്തിരിക്കുന്നത്. 2 ചെറിയ കഷ്ണം പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ പെരിഞ്ചീരകം, പിന്നെ 2 ഏലക്കായ. ഇത്രയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലിടാൻ ശ്രദ്ധിക്കുക. കാരണം പെരിഞ്ജീരകമൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്നും മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. സവാളയും പച്ചമുളകും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന വരെ നമ്മുടെ സവാളയും പച്ചമുളകൊക്കെ ഒന്ന് വഴന്ന് വരുന്ന ആ ടൈമിൽ നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 5-6 വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ടുള്ള പേസ്റ്റ് നമുക്ക് ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് പൊടികളാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാലയോ, അല്ല എന്നുണ്ടെങ്കിൽ ബിരിയാണി മസാല ഉണ്ട് വെച്ചെങ്കിൽ അത് ചേർക്കുകയാണ് നല്ലത്. ഇനി അതില്ല എന്നുണ്ട് വെച്ചെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ മസാലയോ അല്ല വെച്ചെങ്കിൽ നമ്മുടെ ഗരം മസാലയോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മസാലകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള ഒരു തക്കാളിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി ഇതും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റി. അപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിനി 1 ടേബിൾ സ്പൂൺ അളവിൽ തൈര് ചേർത്ത് കൊടുക്കണം. അത്യാവശ്യം നല്ല പുളിയുള്ള തൈര് തന്നെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. തൈര് ചേർക്കുമ്പോൾ അതിന് ടേസ്റ്റ് കൂടും. അപ്പോൾ അധികം പുളിയില്ലാത്ത തക്കാളി എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ തൈര് ചേർക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി യോജിപ്പിക്കാൻ ശ്രദ്ധിക്കുക. അതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നമ്മൾ വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒരു 2 മിനിറ്റ് നേരം നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാവും. ഒരു 2 മിനിറ്റ് നേരം നമ്മളൊന്ന് വറുത്തെടുക്കുമ്പോൾ ഒന്ന് നന്നായി വഴറ്റിയെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ നമ്മൾ അത്രയും നല്ല കനം കുറച്ചിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചെങ്കിൽ ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ബിരിയാണിക്കായാലും എന്തിനായാലും വെള്ളം പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ 1.5 കപ്പ് സേമിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2.25 കപ്പ് വെള്ളം ഒഴിക്കണം. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അതിനകത്ത് ഉപ്പൊക്കെ ഇല്ലേ എന്നുള്ളത് നമ്മൾ നോക്കുക. ഉപ്പ് കുറച്ച് മുന്നിലായിട്ട് നിൽക്കണം. അതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് നേരം നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം.
ഇപ്പോൾ നമ്മൾ 5 മിനിറ്റ് നേരമൊക്കെ കഴിഞ്ഞ് നമ്മൾ തുറന്ന് നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടില്ലേ എന്നൊന്ന് നോക്കുക. അതിന് ശേഷം നമുക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സേമിയ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സേമിയ നമ്മൾ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. ഈ പാത്രം ഇപ്പോൾ ഇതിന് സ്യൂട്ടാവില്ല എന്ന് തോന്നണം, എന്നാലും നമുക്ക് നോക്കി നോക്കാം. എന്നിട്ട് ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിക്കുമ്പോൾ ഉപ്പൊക്കെ ഇല്ലേ എന്നുള്ളത് നമ്മൾ ഈ ടൈമിൽ നമുക്ക് നോക്കാം. അതിന് ശേഷം ഇപ്പോൾ ഈ ടൈമിൽ നമ്മൾ അടച്ചു വെക്കരുത്. ബിരിയാണി നമ്മൾ വെള്ളം വറ്റിച്ചിട്ടുള്ള ബിരിയാണി തയ്യാറാക്കുന്ന പോലെ തന്നെ ഇതിലും വെള്ളം ഏകദേശം പറ്റി ഒന്ന് വരുന്ന ഒരു സ്റ്റേജ് വരെ ആക്കുക. അതിന് ശേഷമാണ് അടച്ചു വെക്കുള്ളൂ. അപ്പോൾ ഇത് നന്നായി ഒന്ന് തിളക്കട്ടെ. ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്, കാണാല്ലേ നിങ്ങൾക്ക്. ഇപ്പോൾ ഇതേപോലെ വെള്ളമൊക്കെ വറ്റി നമ്മൾ നന്നായി ഇതിങ്ങനെ അമർത്തി വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിൽ കുറച്ച് പുതിനയിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വെക്കുക. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. സേമിയാണല്ലോ, അതിൻ്റെ സ്വഭാവം എന്തായാലും കാണിക്കും. ഒന്ന് സ്റ്റിക്കി ആയിട്ട് തന്നെയാണ് ഇരിക്കുള്ളൂ, ഒരു വെള്ളമയം പോലെ ഉണ്ടാവും. നമ്മൾ കുറച്ച് നേരം തുറന്ന് വെച്ചിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ അതൊക്കെ ഒന്ന് മാറി കിട്ടും. അപ്പോൾ ജസ്റ്റ് ഒന്ന് തുറന്ന് വെച്ചിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് നേരം അടച്ചു വെക്കുകയാണെന്ന് വെച്ചെങ്കിൽ, തീയൊക്കെ ഓഫ് ചെയ്തിട്ടതിന് ശേഷം അടച്ചു വെക്കുകയാണെന്ന് വെച്ചെങ്കിൽ പിന്നെ എടുക്കുമ്പോൾ നല്ല പാകത്തിനായിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് വെജിറ്റബിൾസിന് പകരമായിട്ട് മുട്ട ചേർത്ത് തയ്യാറാക്കണമെങ്കിൽ അങ്ങനെയും തയ്യാറാക്കാവുന്നതാണ് കേട്ടോ, അതും ടേസ്റ്റി തന്നെയാണ്. ഇപ്പോൾ നമ്മളൊരു 5 മിനിറ്റ് നേരം അടച്ചു വെച്ചതിന് ശേഷം എടുത്തതാണിത്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഇത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും എന്നെ അറിയിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഷെയർ ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്